ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ടൊരു വേദനയിലൂടെ അല്ലെങ്കിൽ വലിയ രീതിക്ക് നിങ്ങളെ ചതിച്ചിട്ട് മാറിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആ ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? അവരിപ്പോൾ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയോ ഫേസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? അതോ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണോ പോകുന്നത്? നിങ്ങൾക്കും അത് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കാം. അപ്പൊ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അതുപോലെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇനി ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയവരാണെങ്കിൽ പോലും ആ ഒരു തെറ്റുകളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The High Priestess, The Lovers, Knight of Cups, Knight of Wands, Five of Pentacles, Three of Wands, The Magician, Eight of Swords, Judgment, Seven of Pentacles, Four of Swords, Six of Swords, The Moon Energy, Strength. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Ace of Cups, Queen of Cups, Seven of Swords, The Tower Energy. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അതും നിങ്ങളെ ചതിച്ചിട്ട് പോയവർ, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് മോഹങ്ങൾ, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക്, ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക്, ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചു നിന്നവരായിരിക്കാം. ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വളരെ ആത്മാർത്ഥതയോട് കൂടി നിങ്ങളെ ഈ ലൈഫിലേക്ക് കൊണ്ടുവന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവരായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വേദന നൽകി ആ ഒരു വേദനയുടെ ആ ഒരു പടുകുഴിയിലേക്ക് നിങ്ങളെ എറിഞ്ഞിട്ട് മാറിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ അവരിപ്പോ എന്താണ് നേരിടുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്കിവിടെ പറയാവുന്ന ഒരു മെയിൻ കാര്യമാണ്, ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നതുകൊണ്ട് അതൊരു കർമ്മയാണ്. തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ ഒരു കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട്. ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ വലിയ രീതിക്ക് ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവരെവിടെയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ടേക്കാണോ കയറി പോയത്, എത്ര മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേ മുകളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഇടപെടൽ കൊണ്ട് തന്നെ എത്രത്തോളം കേറിപ്പോയോ അവിടെ നിന്നും നേരെ താഴേക്ക് മൂക്കുകുത്തി വീണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. അത് മാത്രവുമല്ല, ഇവിടെ സെവൻ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ആരിൽ നിന്നൊക്കെയോ അപ്രതീക്ഷിതമായിട്ട് ഒരു ചതിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലിയോ അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളോ
ഇനി മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളോ എങ്ങനെ പോയവരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു സമയത്ത് ഇവരുടെ ലൈഫിൽ വലിയ രീതിക്ക് ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. ജഡ്ജ്മെന്റ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് സ്വന്തം ജീവിതത്തിന് തന്നെ ഒരു നീതി ലഭിക്കണേ എന്നുള്ള ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിസിക്കൽ ഇഷ്യൂസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഒരുപാട് അസുഖങ്ങള് കാര്യങ്ങള് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ അവസ്ഥയായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കാം. ഒരുപാട് ഇവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് മറ്റുള്ളവരിലേക്ക് അതൊന്നും പുറത്തേക്ക് കാണിക്കാനോ പറയാനോ ഒന്നിനും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇപ്പൊ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്വയം തന്നെയാണ് ഇവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചധികം സ്വാർത്ഥതയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിനെ ഇവിടെ കാണുന്നത്. സ്വന്തം ലൈഫിന് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ വാല്യൂ കൊടുക്കുന്നവര്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ കൊടുക്കാതെ നിൽക്കുന്ന പേഴ്സൺസ്. ഇവര് ചിലപ്പോൾ പണ്ടേ ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല. ഇവർക്ക് ഇടക്കാലം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ ക്യാരക്ടറിൽ പെട്ടെന്നായിരിക്കാം ചേഞ്ചസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇവർക്ക് ഒരു ഈഗോ ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാർത്ഥത കുറച്ച് കൂടുതലുള്ള പേഴ്സൺ ആണ്. അതുപോലെ എടുത്തുചാട്ടം ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു ബൗണ്ടറി ഒക്കെ വെക്കുന്നവരായിരിക്കാം. ഇവരുടേതായ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ പറയുന്നവരായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകാത്ത പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വാക്കിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഇവര് ഒരു സമയത്ത് അതൊക്കെ അറിയാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ അവർക്ക് അതിനുള്ളൊരു താല്പര്യം ഇല്ലാതെയായി. നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം തരാതിരിക്കുക. അതുപോലെ ഇവർ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ നിങ്ങളെ ബ്ലെയിം ചെയ്ത് നിങ്ങളുടെ തലയിലേക്ക് ആക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്കിടയിൽ ഒരു വാക്ക് തർക്കങ്ങളോ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പ്രതികരിച്ച സമയത്തായിരിക്കാം ഇവർ നിങ്ങളിൽ നിന്ന് വിട്ടുമാറി പോയിരിക്കുന്നത്. നിങ്ങളുടെ തലയിലേക്ക് എല്ലാം വെച്ചിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്ത് നിങ്ങളാണ് എല്ലാത്തിന്റെയും കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ എന്നുള്ള രീതിക്ക് ഒരുപാട് ഹൈഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിർത്തിയിട്ട് ഒന്നും തുറന്നു പറയാതെ നിങ്ങളെ ചതിച്ചു മാറിപ്പോയ പേഴ്സൺസ് ആണ്. അപ്പൊ അങ്ങനെ പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു യൂണിവേഴ്സൽ ടൈം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു കർമ്മയുടെ രൂപത്തിൽ അവരുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രപഞ്ച ശക്തി ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ അവര് നിങ്ങളെ ചതിച്ചെങ്കിൽ അവരെ മറ്റൊരാൾ ചതിച്ചു. അതായത് പൊട്ടനെ ചെട്ടി ചതിച്ചെങ്കിൽ ചെട്ടീനെ ദൈവം ചതിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്. അവരിപ്പോ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സന്റെ എനർജീനെ അവരവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സാമീപ്യം അവർ ഏറ്റവും കൊതിക്കുന്നത് ഈ ഒരു സമയത്താണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം അവർ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. സ്വന്തം intuition അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം ആ ഒരു സ്വബോധം അനുസരിച്ചിട്ട് സ്വന്തം മനസ്സനുസരിച്ച് തന്നെയായിരുന്നു റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് വളരെയധികം ഒരു കുറ്റബോധത്തോടു കൂടി തന്നെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടൊരു എനർജിയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കണം. നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. ആ ഒരു സംസാരത്തിലൂടെ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അർഹമായ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ നൽകണം. സ്നേഹമാണെന്നുണ്ടെങ്കിലും ആ ഒരു നീതി ആണെന്നുണ്ടെങ്കിലും ആ ഒരു നീതി പുലർത്തേണ്ട സമയമാണിത്. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇനിയെങ്കിലും വൈകാതെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ടേക്ക് ജീവിതം ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അവിടെ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു റീബർത്ത് ആയിരിക്കണം ഇത്. റീബർത്ത് എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങൾ മുന്നോട്ടേക്ക് എഫക്ട് ചെയ്യാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ ആ ഒരു ക്ലാരിറ്റി വരുത്തണം. എല്ലാ കാര്യങ്ങളും പരസ്പരം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്കൊരു തുണയായിട്ട് തന്നെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു സമയത്ത് അവർ എങ്ങോട്ടാണോ പോയത് അവിടെ നിന്നും ഏറ്റിരിക്കുന്ന വലിയ രീതിയിലുള്ള ആ ഒരു പൊള്ളൽ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി അതവരെ
മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ക്യാരക്ടറിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് ഇതിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 3 ഓഫ് സോഴ്സിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ഒരു സമയത്ത് അനുഭവിച്ചത്, ഹൃദയം പൊട്ടി നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, അത്രയും ഒരു പെയിനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണും ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. പുറമേ ചിലപ്പോൾ ഇവർ അത് കാണിക്കാനുള്ള സാധ്യതയില്ല. മറ്റൊരു മുഖമണിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഇവർ ചിലപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇവർ എല്ലാ രീതിക്കും തകർന്നു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചം വേണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. സ്വന്തം ജീവിതത്തിന് തന്നെ ഒരു ബാലൻസിങ് കൈവരണം. ആ ഒരു ബാലൻസിങ്ങിലൂടെ ജീവിതത്തിനെ ഒന്ന് പഴയ രീതിയിലേക്ക്, ആ ഒരു പഴയ താളത്തിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു person തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെ strong ആയിട്ട് ഇവിടെ manifest ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് attract ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒട്ടും വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു സമയത്ത് നിങ്ങളെ ഇവരായിട്ട് തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയവരാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും വേണ്ട എന്നുള്ള രീതിക്കൊക്കെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പലപ്പോഴും ആയിട്ട് അവർ റിപ്പീറ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ നിങ്ങളെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഇവിടെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ നിരന്തരമായിട്ട് ആ ഒരു കർമ്മയുടെ രൂപത്തിൽ വേട്ടയാടുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നീതിപൂർവം പ്രവർത്തിക്കാനും അവരുടെ ചിന്തകളിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തോട്ട്സ് എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. സ്ട്രഗിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ വേദന, മറു സൈഡിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേദനകൾ എത്രത്തോളം ആണ് എന്നുള്ളത് സ്വയം ചിന്തിച്ചവർ നീറുന്ന ഒരു അവസ്ഥ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ അല്ലെങ്കിൽ സ്വയം തന്നെ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ ഇതൊന്നും നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ഈഗോ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തികളാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. എത്രത്തോളം ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കാനുള്ള ഇവരുടെ ഒരു മടി അല്ലെങ്കിൽ ആ ഒരു ജാള്യത തന്നെ ആയിരിക്കാം അവർ ഇതൊന്നും നിങ്ങൾ അറിയരുത് എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എന്നുവെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾ ഇത് അറിയരുത്, അവരായിട്ട് തന്നെ എല്ലാം നിങ്ങളോട് പറയാൻ തയ്യാറാണ്. അവരുടെ ഈ ഒരു അവസ്ഥ മറ്റുള്ളവരെ ആരെയും അറിയിക്കാനായിട്ട് അവർ തയ്യാറല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഇതുവരെ അവർ സ്വന്തമായിട്ട് ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എന്ന ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രയത്നിച്ചവരാണ്. പക്ഷെ അവരുടെ സ്വന്തമായി കഴിഞ്ഞു എന്നൊരു ചിന്ത വന്നപ്പോൾ അവരുടേതായ സ്വാർത്ഥത പിന്നീട് അവിടെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഒരു സ്പ്രെഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് സംഭവിച്ചിരിക്കുന്ന അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് അവർ വന്നിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ തന്നെയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു മോക്ഷം അല്ലെങ്കിൽ ആ ഒരു നീതി ലഭിക്കാനായിട്ട് തന്നെയാണ് സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്കൊരു നീതി നൽകണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. വീണ്ടും again നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എയിമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നിങ്ങളെ എങ്ങനെയെങ്കിലും വേണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എല്ലാ കാലവും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് നീതി നൽകിക്കൊണ്ട് തന്നെ ആവണം. കാരണം ഇവര് നിങ്ങൾക്ക് നീതി നൽകിയാൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു താപം കുറഞ്ഞിട്ട് അവർക്കൊരു നീതി ലഭിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് അത് നിങ്ങളുടെ പേഴ്സണിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതല്ല ഇവർ ചിന്തിക്കുന്നത്. കമ്മ്യൂണിക്കേഷനിൽ വിജയം വേണം എന്നുള്ള രീതിക്ക് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടി ആഴത്തിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഒരു തിങ്കിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങളിലേക്കുള്ള ദൂരം ഒരു പക്ഷേ ഒരുപാട് ദൂരെ ആയിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തായിരിക്കാം എന്നും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഏറ്റുപറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവരെ മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു അവസരം കൊടുക്കാനായിട്ടോ നിങ്ങൾ തയ്യാറാകും എന്നൊരു hope ഇവരിൽ കാണുന്നുണ്ട്. എങ്കിലും ഒരു ഭയം ഇങ്ങനെ പതുക്കെ പതുക്കെ അലട്ടുന്നുമുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു ഭയത്തിനെല്ലാം മറികടന്ന് വരിക. ആ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ലൈഫിന്റെ എല്ലാ നല്ല ഭാഗങ്ങളും കഴിഞ്ഞു പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കൊക്കെ അട്രാക്റ്റ് ആയി പോയവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ രീതിക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് സമ്പത്തിനോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു അത്യാഗ്രഹം കൊണ്ടിട്ട്, ആഗ്രഹമല്ല അത്യാഗ്രഹം കൊണ്ടിട്ടൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ പുറകെ പോയോ അത് അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിൽ ഭൂരിഭാഗവും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. നഷ്ടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. ഇവിടെ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ചീറ്റിംഗ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ഇവരുടെ ഒരു ബിസിനസ് കാര്യങ്ങളുമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പാർട്ട്നേഴ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ പോലും ഇവർക്ക് അവരിൽ നിന്നൊക്കെ ചതിയിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചതിച്ചു പോയി കടന്നു കളഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അപ്രതീക്ഷിതമായി മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഇവർക്ക് ചതി നേരിട്ടപ്പോഴാണ് ചതി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇവർക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം ഇവർ നിങ്ങളോടും പ്രവർത്തിച്ചിരിക്കുന്നത് ഫിനാൻഷ്യലി അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലാണ്. അപ്പൊ ആ ഒരു വേർഡിന്റെ മീനിങ് ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇവര്. ഇവിടെ മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സോഴ്സ് കാണിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. അവർക്ക് കഴിയുമായിരുന്നു, പക്ഷെ അവരതിന് ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്താന്നുള്ളത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു മനസ്സ് അവർ പലപ്പോഴും കാണിക്കാതെ പോയി. എന്നാൽ ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് മുരടിച്ചു പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും അതിന് വേണ്ട വളമാണെന്നുണ്ടെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും ആ ഒരു ചെടിക്ക് നൽകി വളർത്തിയെടുക്കുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കായിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിലും തരാനായിട്ട് ഇവരിപ്പോ ഇവരായിട്ട് തന്നെ കൊതിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റി നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം. ബ്ലോക്ക് മാറ്റിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊന്ന് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം അത് അവരുടെ ഒരു ഈഗോ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഒന്നുമില്ല എന്ന് പറയാൻ അവർക്കൊരു മടിയുണ്ട്. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അവർ ഒരുപാട് വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം അവരുടെയോ ലൈഫ് പോവുകയാണ്. അതുപോലെ അവർക്കൊരു നീതി ലഭിക്കണം, സമാധാനം, അതാണ് അവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സിക്സ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ആടി ഉലയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്രയും വേഗം തന്റെ ജീവിതത്തിനെ മാറ്റണം എന്നുള്ളൊരു ചിന്തയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് നിൽക്കുന്നവരായതുകൊണ്ടും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഇത്രയും വലിയ രീതിക്കുള്ള ഒരു പ്രശ്നങ്ങൾ നേരിട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം വേണം, അതിൽ നിങ്ങളും അവരുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെ മൂൺ എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. അത് ഇവർ മനസ്സിലാക്കുന്നുമുണ്ട്. കാരണം ഇവരായിട്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്കത് മനസ്സിലായിരിക്കുന്നത് കൊണ്ടിട്ട് പെട്ടെന്നൊരു കടന്നുവരവ് എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. പക്ഷെ എങ്കിലും അതിനു വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് ഇവരിപ്പോ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടി എല്ലാ കാര്യങ്ങളും വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. ഒരു വശത്ത് അവർക്ക് ഭയം, മറുവശത്ത് അവർക്ക് നിങ്ങളെ വേണമെന്നുള്ള അതിയായ ആഗ്രഹം. ഈ രണ്ടിന്റെ ഇടയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അതിൻ്റെയോടൊപ്പം അവർ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്സും. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയം ഉണ്ടെങ്കിലും സ്ട്രഗിളിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ആഗ്രഹത്തിന് തന്നെയാണ് അവർ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. കാരണം വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തില് എല്ലാ രീതിയിലും ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അവർ തരാതിരുന്ന അല്ലെങ്കിൽ ഇതുവരെ അവർ പ്രകടിപ്പിക്കാതിരുന്ന ആ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകാനും, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ അവരൊരു ഗർജിക്കുന്ന സിംഹം പോലെയൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ധാർഷ്ട്യം, ഈഗോ ഇതെല്ലാം വെച്ച് നിന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു വശം കൊണ്ട് കെട്ടടങ്ങിയിട്ടുണ്ട്. ആ ഒരു സിംഹത്തിന്റെ ഗർജിക്കുന്ന രൂപത്തിൽ നിന്നും അവർ ആട്ടിൻകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ആട്ടിൻകുട്ടി എന്ന് പറയുമ്പോൾ ഒരു സൈലന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാം വന്നിരിക്കുന്ന ഒരേ എനർജിയാണ്. ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ മജീഷ്യൻ എനർജി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും അവർ അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുകയാണ്. ഒരിക്കലും നിങ്ങൾ വിട്ടു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. ഒരു സമയത്ത് എങ്ങനെയെങ്കിലും നിങ്ങൾ വിട്ടു പോകണം എന്ന് ആഗ്രഹിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണമേ എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്.
കാരണം അവർക്ക് അത്രത്തോളം ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ട് എല്ലാ രീതിക്കും ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. ഇതുവരെ നിങ്ങൾ അവരുടെ പുറകെ ചേസ് ചെയ്ത് പോയിട്ടും ഇവരിൽ നിന്ന് യാതൊരു വാല്യൂവും കിട്ടാതെ വന്നപ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം, മറ്റു പല ആൾക്കാരും ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജസോ കാര്യങ്ങളോ ഇട്ട് അവരുടെ പുറകെ പോകുന്ന വ്യക്തികളുടെ ഒരു റീഡിംഗ് അല്ല ഇത്. നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ട് വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അവർ നിങ്ങളിലേക്ക് കാണിക്കാതിരുന്ന അവരുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും അതുപോലെ കെയറിങ് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെ അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനും തുറന്നു പറയാനും ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇവർക്കൊരു ഭയമുണ്ട് നിങ്ങളോട് പറയാനായിട്ട്. പക്ഷെ ഭയം ഉണ്ടെങ്കിൽ പോലും അവർ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് പറയാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം അവർ ഓൾറെഡി അവരുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിക്കാവുന്നതിന്റെ എല്ലാം അനുഭവിച്ചു. ഇനി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇനി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സേഫ് സോണിൽ മാത്രം പോയിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര ഓവർ തിങ്കിങ് ചെയ്തു എന്ന് പറഞ്ഞാലും എല്ലാ സത്യങ്ങളും നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളോട് ക്ഷമാപണം നടത്തിയേ മതിയാവുള്ളൂ. അത് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ആണ്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ ടൈം കൃത്യമായിട്ട് തന്നെയാണ് അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയും ആ ഒരു സമയം ഇവർ പാഴാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി ഒരു റീയൂണിയൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സോൾ ടൈ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരായിട്ട് വരുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു ഡാമേജ് കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ, അതിനെയെല്ലാം നികത്തി ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു ബ്യൂട്ടി തിരിച്ചു പിടിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി സ്വന്തമായിട്ട് തന്നെ ഏറ്റെടുത്ത് അവര് ഇനി ഒരു നിമിഷം പോലും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പാഴാക്കരുത് എന്നുള്ളൊരു തോട്ടുമായിട്ടാണ് ഇപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് തിരിച്ചിരിക്കുന്നത്. നമ്മുടെ 3 of Wands വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു യാത്ര വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അതിപ്പോ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാണാനായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ഫോണിൽ കൂടി സംസാരിക്കാനും ആയിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ച് പോയ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു കർമ്മ ഫേസ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ തന്നെയാണിത്. ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. തീവ്രമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു എനർജിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഇപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്ലൂസിനും കൂടെ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. O എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, M എന്നൊരു ലെറ്റർ, 40 ഉത്രട്ടാതി, S എന്നൊരു ലെറ്റർ, 1986 പൂരം, വയനാട്, സ്കോർപിയസ്, മെയ് എന്നൊരു മന്ത്, 1972 കോട്ടയം ഡിസ്ട്രിക്റ്റ്, കാസർഗോഡ്, 38 10 എന്നൊരു നമ്പർ, N എന്നൊരു ലെറ്റർ, S അഗൈൻ വന്നിട്ടുണ്ട്, ജാനുവരി മന്ത്, മെയ് അഗൈൻ വന്നിട്ടുണ്ട്, C,
UAE വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. 28 ജെമിനി ഒക്ടോബർ മന്ത്, ജൂൺ എന്നൊരു മന്ത്, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നവംബർ വിർഗോ സോഡിയാക് സൈൻ ആണ്. U എന്നൊരു ലെറ്റർ. സെപ്റ്റംബർ മന്ത് 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. പാലക്കാട് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. K എന്നൊരു ലെറ്റർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അശ്വതി എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.